അന്നത്തെ കാലത്ത് ഈ രാമങ്കരി പോലുള്ള കുട്ടനാടൻ പ്രദേശങ്ങളിലെ കർഷകരെ സംഘടിപ്പിക്കുക എന്നുള്ള ദൗത്യം AKG എന്നെയാണ് ഏൽപ്പിച്ചത്. മനസ്സറിയാതെ സഖാവ് VS സിന്ദാബാദ് എന്ന് മനസ്സിൽ ഉറക്കെ വിളിച്ചു ഒരു മഹത് വ്യക്തി സാക്ഷാൽ VS മാത്രമേ ഉള്ളൂ. തർക്കമില്ലാത്തൊരു കാര്യമാണ്. കണ്ണു നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു മരിച്ചിട്ടും മരിക്കാത്ത മനുഷ്യ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ സഖാവ് VS അച്യുതാനന്ദൻ. ഓരോരുത്തർക്കും പറയാനുണ്ട് VSനെ കുറിച്ച് കണ്ടതും കേട്ടതും പറഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമായ കഥകൾ. ജനനായകൻ എന്ന നാടകത്തിൽ VS ആയി ജീവിച്ച സതീശൻ മൂവാറ്റുപുഴയോട് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന്. അതായത് VS അഗ്നിനാളങ്ങൾക്കിടയിലോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം എന്തായിരുന്നു എന്ന്. സതീശൻ, അതായത് നമ്മൾ ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി VS അഗ്നിനാളങ്ങൾക്കിടയിലോട്ട് പോകുമ്പോൾ എന്തായിരുന്നു ജീവിച്ച VS നിങ്ങൾക്കുണ്ടായ അനുഭവം? സഖാവ് VS എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തൊരു വികാരമാണ്. നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ അദ്ദേഹം വരുമ്പോൾ ഏകദേശം രാത്രി 12 മണി ആയിട്ടില്ല ഏട്ടാ, 12 മണിയോളം ആണ് പറഞ്ഞത്. ആ സമയത്ത് ആ റിഹേഴ്സൽ കാണാൻ പുറത്തുനിന്ന് കുറേ ആളുകൾ വന്നു. VSനെ കാണാനും റിഹേഴ്സൽ കാണാനും എന്ന രീതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ ലഭിച്ച സ്വീകരണം വലുതാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന എനിക്കുണ്ടായ അനുഭവം, ഞാൻ ആ വേഷം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിനെ പോലെയുള്ള യുഗപ്രഭാവനായ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മഹത് വ്യക്തിയുടെ വേഷം ചെയ്യാൻ കഴിഞ്ഞതിലേക്ക് വലിയൊരു സന്തോഷവും അഭിമാനം തോന്നി. വളരെ ശ്രദ്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുമാണ് ഞാനത് ചെയ്തത്. ആ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എന്ന് പറയാം. ഷാജി സരികയാണ് അതിന് നിമിത്തമായത് എന്ന് നമുക്ക്. അതെ അതെ, ചേട്ടൻ്റെ ന്യൂസ് ട്രിപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നയനാരുടെ ശബ്ദം തുടർച്ചയായിട്ട് 7 മണിക്കൂർ തിരുവനന്തപുരം പുത്തിരിക്കട മൈതാനത്ത് സംസാരിച്ച് ശബ്ദം നേടി. അതിൻ്റെയൊക്കെ കാരണത്താൽ പഴയ പരിചയം വെച്ചും എന്നെ ആ വേദിയിലേക്ക് ക്ഷണിച്ചത് ബഹുമാനായ ഷാജി സരിക. ഷാജിയുടെ അതായത് നിലവിൽ എന്തായിരുന്നു സതീശൻ മൂവാറ്റുപുഴയെ ആ ഒരു വേഷപ്പകർച്ചയോടുകൂടി നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? ഏത് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് നൽകിയാലും അതെല്ലാം നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. സാഹിത്യ നായനാരെയെല്ലാം അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഭാവവുമെല്ലാം മണിക്കൂറുകളോളം അവതരിപ്പിക്കുന്ന ആ രീതിയും ഒക്കെ നമ്മളെയൊക്കെ വളരെ ആകർഷിച്ചതാണ്. അതിനുശേഷം നമ്മൾ ഇത്തരത്തിലൊരു വലിയ പ്രൊജക്റ്റ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 29 പേരാണ് ആ നാടകത്തിനോടൊപ്പം സഞ്ചരിച്ചത്. അപ്പോൾ ആ നാടകത്തിൻ്റെ വൈവിധ്യമാർന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ കഥാപാത്രങ്ങൾ ആ നാടകത്തിൽ ആവശ്യമായി വന്നു. ഓരോ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ ആർട്ടിസ്റ്റുകളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് VSൻ്റെ ഒരു വേഷം കൃത്യമായി അവതരിപ്പിക്കുവാൻ പ്രിയപ്പെട്ട സതീഷിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായി. അങ്ങനെയാണ് സതീഷിനെ ആ വേഷത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആ ഒരു വേഷം, അതായത് നയനാരും VSും കണ്ടുമുട്ടുന്ന ഒരു നിമിഷമുണ്ട് ആ നാടകത്തിൽ. അത് എന്തായിരുന്നു ആ നിമിഷം, അല്ലെങ്കിൽ ആ പശ്ചാത്തലം എന്തായിരുന്നു? ഈ കുട്ടനാടിലെ തൊഴിലാളി വർഗ്ഗങ്ങൾ നടത്തിയ സമര പോരാട്ടങ്ങളുടെ കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ അവിടെ വരുന്ന അവർ താമസിക്കുന്ന ചെറ്റക്കുടിലുകൾ ഉൾപ്പെടെ നമ്മൾ രംഗവേദിയിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ കൊയ്ത്തുപാട്ടും അതോടൊപ്പം തന്നെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികളെല്ലാം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിന് ശേഷം കുട്ടനാട്ടിലേക്ക് സഖാവ് നായനാർ എത്തുന്ന ആ സമയത്താണ് VSുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ റിഹേഴ്സൽ ക്യാമ്പിൽ, ഫൈനൽ റിഹേഴ്സൽ ക്യാമ്പിൽ ഈ VSൻ്റെ വേഷം ചെയ്യാൻ നമ്മുടെ കഥാകൃത്തും ഡയറക്ടറുമായിട്ടുള്ള പെരുപ്പങ്കോട് മുരളി സഖാവ് കുറേ പേര് ക്ഷണിച്ചു. ചേട്ടനും അറിയാവുന്നൊരു കാര്യം. കുറേ പേര് വന്ന് ഇങ്ങനെ അദ്ദേഹത്തിന് ക്യൂ നിൽക്കുന്നു, ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നു, അവരൊക്കെ മിമിക്രി സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് സാറത് വിട്ടിട്ട് ഒരു കൂടിയാലോചന തീരുമാനം ചേട്ടനുൾപ്പെടെ എല്ലാവരും ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ തീരുമാനം എടുക്കുന്നു, സതീശിനെ കൊണ്ട് ചെയ്യിച്ചാലോ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് എനിക്ക് 3-4 വേഷം വേറെ ഉണ്ട് നാടകത്തിൽ. വേറെ 3-4 വേഷം, ചാന്ത് പൊട്ട് ഉൾപ്പെടെയുള്ള 3-4 വേഷമുണ്ട്. അങ്ങനെ എന്നിലേക്ക് അങ്ങനെ വന്ന് സാറ് പറയുകയും ഇന്ന് VS വരും, വൈകി രാത്രി വരും, ഇനി പെട്ടെന്ന് ഡയലോഗ് അടിക്കണം, മുടി വെട്ടണം, കുഞ്ഞച്യുതാനന്ദനാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നത്, ആ വേഷത്തിലേക്ക്. അല്ലേ? എന്തായാലും ആ ഒരു ഡയലോഗ് നമുക്ക് ഒന്ന് കാണാം. ആ ഒരു നിമിഷത്തെ ഡയലോഗ് നമുക്കൊന്ന് പറയാം നമുക്ക് വേണ്ടി. നിങ്ങളെക്കുറിച്ച് സഖാവ് P. കൃഷ്ണപിള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. സഖാവിന്റെ വാക്കുകളിൽ നിന്നും
നിങ്ങൾ കുറച്ചുകൂടി പ്രായമുള്ള ഒരാളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അച്യുതാനന്ദൻ, ആലപ്പുഴയിൽ നിങ്ങളുടെ കുടുംബം എവിടെയാണ്? എൻ്റെ കുടുംബം പുന്നപ്രയിലാണ്. ഇപ്പോൾ കുടുംബവുമായി വലിയ ബന്ധമൊന്നുമില്ല. അമ്മ ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോഴേ മരിച്ചു. അച്ഛനും മരിച്ചു. സഹോദരന്മാരും സഹോദരിയുമുണ്ട്. കുടുംബത്തിൽ വല്ലപ്പോഴുമേ പോകാറുണ്ട്. VSന്റെ അകാലത്തിലോട്ട് മറഞ്ഞു പോകുന്ന ആ അവസ്ഥയിൽ ഈ ഡയലോഗും തമ്മിലുള്ള പ്രസക്തി എന്തായിരിക്കും? അത് പറഞ്ഞറിയിക്കാനാവാത്ത വാചകങ്ങളാണ് അതിനകത്തുള്ളത്. ചെറുതായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിമിഷം, ആ ബാല്യകാലം വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു. അമ്മ മരിച്ചു വളരെ ചെറുപ്പത്തിൽ, അച്ഛനും മരിച്ചു. ഇതിനിടയ്ക്ക് പറയാനുള്ളൊരു അന്ന് കേട്ടൊരു അനുഭവം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റുള്ള ഉയർന്ന ജാതിക്കാരായിട്ടുള്ള കുട്ടികൾ അവിടെ സ്കൂളിൽ കയറ്റാതെ തടഞ്ഞു വെക്കുകയും തല്ലുകയും ചെയ്യുന്ന അവസരത്തിൽ വീട്ടിൽ ചെന്ന് പരാതി പറഞ്ഞു VS. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവനോ ആരോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നീ ഇനി പോകുമ്പോൾ ഒരു നമ്മുടെ ഒരു ചങ്ങല പോലെ ചെറിയൊരു സംഭവം കൊടുത്തിട്ട് പറഞ്ഞു, അരയെ കിട്ടിക്കൊള്ളണം, അവർ തല്ലുമ്പോൾ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നപ്പോൾ അവർ പഴയ പ്രവർത്തി കാണിച്ചപ്പോൾ VS അവരെ പൊതിരെ തല്ലി. വീണ്ടും ടീച്ചർ വിജയേന്ദ്രനാണ് തല്ലിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അച്യുതാനന്ദനെ തടഞ്ഞു നിർത്തി, ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഉയർന്ന ജാതിക്കാർ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനെതിരെ അന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് VSന്റെ ഈ സമര പോരാട്ട തുടക്കം. അതൊരു നിസ്സാര കാര്യമായിട്ട് നമ്മുടെ കേരളത്തിൽ മറ്റൊരു കുട്ടിക്ക് അങ്ങനെ വരാത്തൊരു അനുഭവമാണ് അദ്ദേഹം നേരിട്ടത്. അന്ന് മുതൽ അദ്ദേഹം മനുഷ്യന് വേണ്ടി, ഈ കേരളത്തിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു. നമ്മൾ ഈ സംസ്കാര ചടങ്ങ് TV കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായൊരു എന്താണ് ആ ജീവിതം, അല്ലെങ്കിൽ നിങ്ങൾ വേദിയിൽ നിറഞ്ഞാടിയ, VSന് മുന്നിൽ നിറഞ്ഞാടിയ മനുഷ്യനാണ്. അപ്പോൾ വരുന്ന ആ വികാരം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ജീവിച്ച ആൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിപ്പിച്ച ആൾ അഗ്നിനാളങ്ങൾക്കിടയിലോട്ട് പോകുമ്പോൾ? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണു നിറഞ്ഞ അവസ്ഥയായിരുന്നു. ആലപ്പുഴ പോകാൻ കഴിയാത്തത് എൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ എന്നാലും TV കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സറിയാതെ സഖാവ് VS സിന്ദാബാദ് എന്ന് മനസ്സിൽ ഉറക്കെ വിളിക്കേണ്ടത് ആയിട്ട് വന്നു. കാരണം അത്രമാത്രം നമുക്ക് മനസ്സിൽ വേദനിച്ച ഒരു നിമിഷമായിരുന്നു. അദ്ദേഹത്തിന് വേഷം ചെയ്യാൻ കഴിഞ്ഞത് മാത്രമല്ല, ഇത്രയധികം ജനങ്ങളെ സേവിച്ചതും സ്നേഹിച്ചതുമായിട്ടുള്ള ഒരു മഹത് വ്യക്തി സാക്ഷാൽ VS മാത്രമേ ഉള്ളൂ. അത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. കണ്ണു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇനിയില്ല എന്നുള്ള ഒരു എരിഞ്ഞടങ്ങിയത് നമ്മുടെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ ജനിച്ച ഏറ്റവും മഹത്തായ തൊഴിലാളി പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് ആ നിമിഷത്തിൽ നമ്മൾ വിട്ടു പോവുക തോന്നിയപ്പോൾ സത്യത്തിൽ വളരെ സങ്കടം തോന്നി. ഇനി അദ്ദേഹത്തിന് കാണാൻ കഴിയില്ലല്ലോ, വാക്കുകൾ കേൾക്കാൻ കഴിയില്ലോ എന്ന് ഓർത്തപ്പോൾ. ഷാജി സരിക അന്ന് VSനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ, ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എന്താണ് ഷാജി ചേട്ടാ പറഞ്ഞത്? ഈ ഒരു പെർഫോമൻസാണ് സതീശനുമായിട്ടുള്ള, സതീശൻ ജീവിച്ചു എന്ന്, അല്ലെങ്കിൽ താൻ മാറിയതെന്ന് VS പറഞ്ഞു. നമ്മുടെ ഉദ്ഘാടനം നടന്നത് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിലാണ്. 2004 സെപ്റ്റംബർ 23 അവിടെ ഉദ്ഘാടനത്തിൽ നാടകം അന്നും VS കണ്ടു. അദ്ദേഹം നാടകം കണ്ടതിന് ശേഷം എല്ലാ കലാകാരന്മാരെയും അഭിനന്ദിക്കുന്നതിനായിട്ട് ഗ്രീൻ റൂമിലേക്ക് എത്തി. പ്രത്യേകമായിട്ട് സതീഷിനെ വിളിച്ച് കൈ കൊടുത്ത് നന്നായിരുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. അതൊരു നിമിത്തമായി എന്ന്, നമ്മളൊരു നിമിത്തമായി എന്ന് സതീഷിൻ്റെ ജീവിതത്തിൽ നിമിത്തമായി ചരിത്ര പുരുഷനെ അവതരിപ്പിക്കാൻ അത് വലിയൊരു എന്നെ സംബന്ധിച്ച് ഷാജി എൻ്റെ ഒരു കലാരംഗത്തെ ഒരു വഴികാട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ രസികയുള്ള സമയത്ത് ഇദ്ദേഹത്തിന് മ്യൂസിക് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഓഡീഷനൊക്കെ വന്ന് പങ്കെടുത്ത് പിൻകാലത്തിനകത്ത് അഭിനയിച്ചു, സ്കിറ്റുകളിൽ അഭിനയിച്ചു. അതിനുശേഷം നാടകത്തിൽ വന്നു. കലാരംഗത്ത് എനിക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു വലിയൊരു എൻ്റെ ഒരു കലാരംഗത്തേക്ക് തന്നെ ആനയിച്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഘടകം ഷാജി സരിക എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പങ്ക് ഷാജി സരിക വഹിച്ചിട്ടുണ്ട്. ഇനിയൊരു നാടകം VS എന്നുള്ളൊരു നാടകം ചെയ്താൽ അതിൽ സതീശനെ തന്നെയായിരിക്കും VS ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. നമ്മളിപ്പോൾ അത്തരം രീതിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനം വന്നാൽ തീർച്ചയായും സതീശിനെ എല്ലാം അതിൻ്റെ ഭാഗമാക്കും എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഒരാഗ്രഹമുള്ളത് നയനാർ സഖാവിൻ്റെ ശബ്ദം 7 മണിക്കൂർ പറഞ്ഞതുപോലെ VS സഖാവിൻ്റെ ശബ്ദവും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആ വിവരം ഷാജി ചേട്ടനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതൊന്ന് പാർട്ടിക്കായിട്ട് ആലോചിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ശബ്ദം നമുക്കൊന്ന്
പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞാൽ ഏതായിരിക്കും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന വി എസിൻ്റെ ഒരു ശബ്ദാനുകരണം? ശബ്ദാനുകരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വി എസ് ജീവിക്കുന്നു എന്നാണ്, അത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ മിമിക്രിയിലേക്ക് പോകാതെ നമ്മൾ നാച്ചുറലായിട്ട് പറയാൻ ആഗ്രഹം ആ പ്രവൃത്തി നടക്കുകയാണെങ്കിൽ മിമിക്രിയായിട്ട് ഒട്ടും ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇങ്ങനെയായിരിക്കും ഞാൻ പറയാൻ ശ്രമിക്കുക. ഞാൻ ആലപ്പുഴയിലെ വേലിക്കകത്ത് ശങ്കരൻ മകനായി ജനിച്ചുകൊണ്ട് അച്യുതാനന്ദൻ ഞാൻ പുന്നപ്രയിലെ കർഷക തൊഴിലാളികളുടെ ലോകത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ പാർട്ടിയിലേക്ക് വന്നത്. അന്നത്തെ കാലത്ത് ഈ രാമങ്കരി പോലുള്ള കുട്ടനാടൻ പ്രദേശങ്ങളിലെ കർഷകരെ സംഘടിപ്പിക്കുക എന്നുള്ള ദൗത്യം AKG എന്നെയാണ് ഏൽപ്പിച്ചത്. ഈ ഒരു മോഡുലേഷനിൽ പോയാണ് ആഗ്രഹിക്കുന്നത്. വി എസിൻ്റെ ജീവിതത്തിലൂടെ ഒരു യാത്ര. അതെ. അപ്പോൾ എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ഷായി ചേട്ടനും ഈ നാടകത്തിൻ്റെ പ്രധാനികളായിരുന്ന നങ്ങലിലെ വിജയൻ ഡോക്ടർ, PK സോമൻ സഖാവ്, ഡോക്ടർ ഭാസ്കരൻ തുടങ്ങിയ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലുണ്ടായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇതിന് സംഘാടകരായി പ്രവർത്തിച്ചത്. അവർക്കെല്ലാം ഹൃദയംഗമമായി നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. ഒപ്പം പൗരൻ TVക്കും താങ്കൾക്കും ഇതിൻ്റെ ക്യാമറമാനുമല്ല. ആലുവയിൽ നിന്നും മാധ്യമരംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് പൗരൻ. അതിൻ്റെ ഭാഗമായിട്ട് വർത്തമാനകാല സാഹചര്യത്തിലൊരു ന്യൂസ് ചാനൽ കൂടി വന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള സാംസ്കാരികമായ പ്രവർത്തനം കൂടി ഏറ്റെടുക്കുന്നതിൽ വളരെ സന്തോഷം ഉണ്ട്. കൊച്ചിൻ സംഘവേദിയെ സംബന്ധിച്ചിടത്തോളം 2004 ഒരു വലിയ രീതിയിലുള്ള നാടകമാണ് ഞങ്ങൾ രംഗവേദിയിൽ എത്തിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 29 പേരാണ് നാടകസമിതിയിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത്. അതിന് മുമ്പും അതിന് ശേഷവും അത്രയും പേര് പങ്കെടുത്ത ഒരു നാടകവും സാമൂഹ്യ നാടകവും കേരളത്തിൽ വന്നിട്ടില്ല. 3.25 മണിക്കൂർ സമയമായിരുന്നു നാടകത്തിൻ്റെ ദൈർഘ്യം. കേരളത്തിൻ്റെ നിരവധിയായ വേദികളിൽ, ഉത്സവവേദികളിൽ ഉൾപ്പെടെ ആ നാടകം അവതരിപ്പിച്ചു. കാരണം EK നായനാർ എന്ന് പറയുന്ന ആ ഉജ്ജ്വലമായ പ്രവർത്തനത്തിൻ്റെ അനുഭവ പാരമ്പര്യമുള്ള മുൻ മുഖ്യമന്ത്രിയെ അത്രയേറെ ജനങ്ങളെല്ലാം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ നാടകത്തിൻ്റെ അവതരണ വേദിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അത്തരം രീതിയിൽ നാടകം അവതരിപ്പിക്കുന്ന ആ ഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ വിജയൻ നങ്ങേലി ഉൾപ്പെടെ PK സോമൻ ചേട്ടനും നമ്മുടെ മൺമറഞ്ഞ ഡോക്ടർ ഭാസ്കരൻ ഡോക്ടർ, TN നമ്പ്യാർ, സോമസുന്ദരൻ സാറ്, ഹരിലാൽ സാർ ഉൾപ്പെടെയുള്ളവരാണ് അതിൻ്റെ പിൻനിരയിലെല്ലാം പ്രവർത്തിച്ചത്. അവരെല്ലാം നല്ല മനസ്സോടെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു സംരംഭം തന്നെ നമുക്ക് നടത്തി ആ രീതിയിലേക്ക് ജനങ്ങളുടെ മുമ്പാകെ ഒരു നല്ല നാടകം, കലാമാന്മയുള്ള ലക്ഷ്യബോധമുള്ള നല്ല നാടകം അവതരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾക്കത് നടത്തുവാൻ സാധിച്ചത്. പൊതുസമൂഹം ഞങ്ങൾക്ക് നൽകിയ ആ സ്നേഹം, അതിനോടൊക്കെ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ VS കേരള ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. VS ഒരു തലമുറയ്ക്ക് മാത്രം മാതൃകയാകേണ്ടയാളല്ല, വരും തലമുറയ്ക്കും ഏറെ പഠിക്കുവാനുള്ള പാഠമായി VS എന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ സ്മരണ എന്നും നിലനിൽക്കും. ഷാജി സരികയ്ക്കും സതീശൻ മൂവാറ്റുപുഴയ്ക്കുമൊപ്പം വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ.